Today we are going to discuss kinetic molecular theory of gases. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൈനറ്റിക് മോളിക്കുലർ തിയറി ഓഫ് ഗ്യാസസ് ആണ്. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഗ്യാസ് ലോസ് അതേപോലെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻസ് അതൊക്കെ പഠിച്ചു. അപ്പം ഈ ഗ്യാസ് ലോസിനൊക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അതിനൊരു തിയററ്റിക്കൽ ബേസിസ് പ്രൊവൈഡ് ചെയ്യുന്നത് കൈനറ്റിക് മോളിക്കുലർ തിയറിയാണ്. അത് ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തത് ബെർണോളി എന്ന സയൻറ്റിസ്റ്റാണ്. ദെൻ ലേറ്റർ എക്സ്റ്റെൻഡഡ് ബൈ ക്ലോഷ്യസ്, മാക്സ്വെൽ, ബോൾസ്മാൻ, വാണ്ടർ വാൾസ് ആൻഡ് ജീൻസ്. ഇത്രയും സയൻറ്റിസ്റ്റുകൾ പിന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്തതാണ്. ഇതിൽ 8 പോസ്റ്റുലേറ്റ്സ് ഉണ്ട്. ഇനി ഓരോ പോസ്റ്റുലേറ്റ്സും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. So first postulate is a gas is composed of large number of very small discrete particles called molecules. All molecules of a given gas are all identical but differ from those of another gas. അതായത് ഒരു ഗ്യാസ് എന്ന് പറഞ്ഞാൽ അത് കമ്പോസ്ഡ് ഓഫ് ലാർജ് നമ്പർ ഓഫ് വെരി സ്മോൾ ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾ. ഒരു ഗ്യാസ് നമ്മൾ എടുക്കുമ്പം അത് ലാർജ് നമ്പർ ഓഫ് വെരി സ്മോൾ ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾസ് കൊണ്ടാണ് അത് കമ്പോസ് ചെയ്തത്. ആ പാർട്ടിക്കിൾസിനെ വിളിക്കുന്ന പേരാണെന്ത്? മോളിക്യൂൾസ്. നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോൾ ഓൾ മോളിക്യൂൾസ് ഓഫ് എ ഗിവൺ ഗ്യാസ് ആർ ഓൾ ഐഡൻറ്റിക്കൽ. അതായത് ഗിവൺ ഗ്യാസിൻ്റെ മോളിക്യൂൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഐഡൻറ്റിക്കൽ ആയിരിക്കും. അതിൻ്റെ മാസ് അതിൻ്റെ സൈസൊക്കെ നോക്കുമ്പോൾ ഗിവൺ ഗ്യാസിൻ്റെ മോളിക്യൂൾസ് എന്ന് പറയുന്നത് ഐഡൻറ്റിക്കലാണ്. ബട്ട് ഡിഫർ ഫ്രം ദോസ് ഓഫ് അനദർ ഗ്യാസ്. പക്ഷേ ഒരു ഗ്യാസിൻ്റെ മോളിക്യൂൾസ് എന്ന് പറയുന്നത് മറ്റൊരു ഗ്യാസിൻ്റെ മോളിക്യൂൾസുമായിട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് കൈനറ്റിക് തിയറീൻ്റെ ഫസ്റ്റ് പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് പോസ്റ്റുലേറ്റ് ഈസ് ദ മോളിക്യൂൾസ് ആർ സോ സ്മോൾ that their actual volume is negligible in comparison with the total volume occupied by the gas. അതായത് മോളിക്യൂള് വെരി സ്മോൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വെരി സ്മോൾ ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾ. ഫസ്റ്റ് പോസ്റ്റുലേറ്റിൽ പറഞ്ഞു സ്മോൾ വെരി ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾസ് കോൾഡ് മോളിക്യൂൾസ്. അപ്പോൾ ആ മോളിക്യൂൾസ് വെരി സ്മോൾ ആയതുകൊണ്ട് നമ്മൾ ഗ്യാസ് ഒക്യുപ്പൈ ചെയ്യുന്ന ആ ഒരു സ്പേസിനെ കൺസിഡർ ചെയ്യുമ്പം ഓരോ മോളിക്യൂൾസിൻ്റെയും വോളിയം എന്ന് പറയുന്നത് എന്തിരിക്കും? നെഗ്ലിജിബിൾ ആണ്. അത്രയ്ക്ക് ചെറുതായതുകൊണ്ട് ടോട്ടൽ ഒരു ഹോൾ സ്പേസ് കൺസിഡർ ചെയ്യുമ്പം ഒരു പോയിന്റ് മാസസ് ആയിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത്. They are assumed to be mere point masses dispersed in a lot of vacant space. ഒരു വലിയൊരു സ്പേസിൽ ഓരോ പോയിന്റ് ഉള്ളതുപോലെ. അപ്പോൾ ആ സ്പേസിൻ്റെ ടോട്ടൽ വോളിയം കൺസിഡർ ചെയ്യുമ്പോൾ ആ ഓരോ പോയിന്റിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്? നെഗ്ലിജിബിൾ ആണ്. അതാണ് സെക്കൻഡ് പോസ്റ്റുലേറ്റ്. തേർഡ് വൺ ഈസ് the molecules within a container are in a state of constant random chaotic motion during which they collide with each other and with the walls of the container. അതായത് കണ്ടെയ്നറിലുള്ള മോളിക്യൂൾസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് റാൻഡം കയോട്ടിക് മോഷനിലായിരിക്കും. നല്ല ഡിസോർഡർ ആയിട്ടുള്ള റാൻഡം മോഷനിലായിരിക്കും ഓൾ മോളിക്യൂൾസ് ഉണ്ടാവുക. ആ സമയത്ത് എന്ത് ചെയ്യും? ദേ കൊളൈഡ് വിത്ത് ഈച്ച് അതർ. മോളിക്യൂൾസ് തമ്മിൽ എന്ത് ചെയ്യും? കൊളൈഡ് ചെയ്യും. അതേപോലെ തന്നെ ആ കണ്ടെയ്നറിൻ്റെ വാൾസിലും എന്ത് ചെയ്യും? മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യും. ഒരു കണ്ടെയ്നർ ഉണ്ട്, അതിൽ ഒരുപാട് മോളിക്യൂൾസ് ഉണ്ട്. എല്ലാം ഒരു ഓർഡർ ഒന്നും ഇല്ലാതെ റാൻഡമായിട്ട് ഇങ്ങനെ മോഷൻ ആണുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും? മോളിക്യൂൾസ് തമ്മിലും കൊളൈഡ് ചെയ്യും. അതേപോലെ തന്നെ ആ കണ്ടെയ്നറിൻ്റെ വാൾസിനും കൊളൈഡ് ചെയ്യും. അതാണ് തേർഡ് പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത്. കൊളൈഡ് വിത്ത് ഈച്ച് അതർ ആൻഡ് വിത്ത് ദി വാൾസ് ഓഫ് ദി കണ്ടെയ്നർ. Fourth one is all molecular collisions are perfectly elastic so that there is no net loss of energy, although there may be a transfer of kinetic energy between the partners in collisions. തേർഡ് പോസ്റ്റുലേറ്റിൽ പറഞ്ഞു മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ. ആ മോളിക്യൂൾസ് തമ്മിലും കൊളൈഡ് ചെയ്യും, പിന്നെ കണ്ടെയ്നറിൻ്റെ വാൾസിലും കൊളൈഡ് ചെയ്യും. എല്ലാ ഓൾ മോളിക്കുലർ കൊളിഷൻസ് എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഒരു നെറ്റ് ലോസ് ഓഫ് എനർജീൻ്റെ ഒരു ലോസും സംഭവിക്കുന്നില്ല. ആ രണ്ട് മോളിക്യൂൾസിൻ്റെ കൊളിഷൻ നോക്കുകയാണെങ്കിൽ ഒരു എനർജിയും ലോസ് ചെയ്യുന്നില്ല. ഓൾദോ ദർ മേ ബി എ ട്രാൻസ്ഫർ ഓഫ് കൈനറ്റിക് എനർജി ബിറ്റ്വീൻ ദി പാർട്ട്നേഴ്സ് ഇൻ കൊളിഷൻസ്. അതായത്
കൊളിഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് മോളിക്യൂൾസിൻ്റെ പാർട്ട്നേഴ്സ് തമ്മിൽ, അതായത് രണ്ട് മോളിക്യൂൾസ് തമ്മിൽ കൈനറ്റിക് എനർജീൻ്റെ ഒരു ട്രാൻസ്ഫറിങ് നടക്കും. ഒന്ന് കുറയും. പക്ഷെ ആ ടോട്ടൽ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു എനർജിയും ലോസ് ആയിട്ടുണ്ടാവില്ല, ഗെയിൻ ആയിട്ടും ഒന്നും ഉണ്ടാവില്ല. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. ഓൾ മോളിക്കുലർ കൊളിഷൻസ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. അവിടെ there may be a chance of transfer of kinetic energy between the partners. That is the fourth postulate. Fifth postulate is pressure. Pressure-നെ കുറിച്ചാണ്. The pressure of a gas is due to the elastic bombardment of the moving molecules on the walls of the container. തേർഡ് പോസ്റ്റുലേറ്റ്സിൽ നമ്മൾ പറഞ്ഞു മോളിക്യൂൾസ് എന്താണ്, കൊളൈഡ് ചെയ്യും ഈച്ച് അതറും, അതേപോലെ കണ്ടെയ്നറിൻ്റെ വാൾസിലും കൊളൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇലാസ്റ്റിക് കൊളിഷനാണ് നമ്മൾ ഫോർത്ത് പോസ്റ്റുലേറ്റിൽ പറഞ്ഞു. അപ്പോൾ പ്രഷർ എന്ന് പറഞ്ഞാൽ ഗ്യാസിൻ്റെ ഇലാസ്റ്റിക് ബൊംബാർഡ്മെൻറ്റ് ഓഫ് ദി ഗ്യാസിൻ്റെ മൂവിങ് മോളിക്യൂൾസിൻ്റെ ഇലാസ്റ്റിക് ബൊംബാർഡ്മെൻറ്റ് ഓൺ ദി വാൾസ് ഓഫ് ദി കണ്ടെയ്നർ. വാൾസിൽ ഇങ്ങനെ ബൊംബാർഡ് ചെയ്യുന്നു. ഫോഴ്സ് പെർ ഏരിയ ആണ് അല്ലേ എന്ത് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ മൂവിങ് മോളിക്യൂൾസ് വാൾസിൽ ഇങ്ങനെ ബൊംബാർഡ് ചെയ്യുമ്പോൾ എക്സൈറ്റ് ചെയ്യുന്ന ആ ഫോഴ്സ്, അതാണ് എന്ത് പറയുന്നത്, പ്രഷർ എന്ന് പറയുന്നത്. പ്രഷർ എന്ന് പറഞ്ഞാൽ ഈസ് ഡ്യൂ ടു ദി ഇലാസ്റ്റിക് ബൊംബാർഡ്മെൻറ്റ് ഓഫ് ദി മൂവിങ് മോളിക്യൂൾസ് ഓൺ ദി വാൾസ് ഓഫ് ദി കണ്ടെയ്നർ. Sixth postulate is there are no forces of attraction between the molecules. Molecules തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആബ്സെൻ്റ് ആണ്. മോളിക്യൂൾ നമ്മൾ എന്താണ് ഒരു അട്രാക്ഷൻ ഒന്നും ഇല്ല. അപ്പോൾ ഗ്യാസ് ഒരുപാട് മോളിക്യൂൾസ് എന്ന് പറഞ്ഞു, ആ മോളിക്യൂൾസ് തമ്മിൽ എന്തില്ല, നോ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ. That is the sixth postulate. Tenth postulate is at a particular instant, different molecules in a sample of gas may have different velocities and hence different kinetic energy. However, the average kinetic energy of molecules is directly proportional to the absolute temperature. ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ഒരു സാമ്പിളിലെ ഡിഫറെൻറ്റ് മോളിക്യൂൾസിന് ഡിഫറെൻറ്റ് വെലോസിറ്റീസ് ആയിരിക്കും. ഓരോ മോളിക്യൂളെ കുറേ മോളിക്യൂൾസ് ഉണ്ട്, അപ്പോൾ ഓരോന്നിനും ഡിഫറെൻറ്റ് വെലോസിറ്റി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് കൈനറ്റിക് എനർജിയാവും. അത് വെച്ചാണ് അത് മൂവ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ആവറേജ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഓൾവേസ് എന്താണ്, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദി അബ്സല്യൂട്ട് ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ടെമ്പറേച്ചർ കൂടുമ്പം ആവറേജ് കൈനറ്റിക് എനർജി കൂടും, ടെമ്പറേച്ചർ കുറയുമ്പം ആവറേജ് കൈനറ്റിക് എനർജി കുറയും. അതാണ് സെവൻത്ത് പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത്. ആവറേജ് കൈനറ്റിക് എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. Eighth postulate is gravity has no effect on the movement of the molecules. മോളിക്യൂൾസ് ഒക്കെ റാൻഡം മോഷനിലാന്ന് പറഞ്ഞു, പക്ഷേ ഗ്രാവിറ്റിക്ക് ആ ഒരു മൂവ്മെൻറ്റിൽ ഒരു എഫക്റ്റും ഇല്ല, അത് എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ these are 8 postulate of kinetic molecular theory. അപ്പോൾ കൈനറ്റിക് മോളിക്കുലർ തിയറീൻ്റെ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റിൽ ഈ ഓൾ അസംഷൻസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഈ 8 പോസ്റ്റുലേറ്റും കൺസിഡർ ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റ് ഡെവലപ്പ് ചെയ്തത്.